ചേച്ചി കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രീകുട്ടനെ ഒന്ന് കണ്ടു. ശ്രീകുട്ടന് ഭയങ്കര സങ്കടമായി. നിങ്ങൾ സിനിമയെ വിട്ട് പോകണം, സിനിമയിൽ നിന്ന് പോകരുത്, ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് സങ്കടം. ചേച്ചി അങ്ങനെ പറയണ്ടായിരുന്നു. കാരണം അവൻ്റെ ചെറുപ്പം പോലുള്ള സ്വപ്നം എന്ന് പറയുന്ന സിനിമയാണ്. സിനിമയ്ക്ക് വേണ്ടി പുള്ളി മരിക്കും. കാരണം അതുപോലെ അത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് പുള്ളി. എന്ന് വെച്ചാൽ ഒരു ഡയറക്ടറെ കാണാൻ പോകുന്നു, ഒരു പ്രൊഡ്യൂസറെ ചെന്ന് കാണാൻ പോകുന്നു. പുള്ളി നടന്നൊക്കെയാണ് പോകണം ചിലപ്പോൾ. ഞാനത് കാണാറുണ്ട്. അത് അത്ര ദൂരം നടന്നും സഞ്ചരിച്ചും പോകുന്ന ആ വ്യക്തി ചേച്ചി പറഞ്ഞു. മോശം അതുകൂടാണ്ട് ചേച്ചി തല്ലുകയും ചെയ്തില്ല. അതൊക്കെ ഭയങ്കര വിഷമമാണ് ഒരു കാര്യം തന്നെ. എന്തായാലും ചേച്ചി ഒന്ന് കണ്ട് ക്ഷമ പറയുകയാണ് നല്ലതായിരിക്കും. എൻ്റെ മനസ്സിൽ തോന്നി പറയുന്നത് എന്തായാലും ശ്രീകുട്ടൻ ക്യാമറ റോളിംഗ്. പുള്ള കണ്ണീര് കണ്ടില്ലേ? ഇനി എങ്ങനെ ചേച്ചി ഒന്ന് മനസ്സിലാക്കും. പുള്ളി സിനിമയിൽ എന്തെങ്കിലും ആവട്ടെ, ആയി തീരട്ടെ. ചേച്ചി തല്ലിയത് മോശമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. നല്ല വിഷമമുണ്ട്. ശ്രീകുട്ട ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് സിനിമ എന്നുള്ള ചേച്ചി പറഞ്ഞ് മനസ്സിലാക്ക്. ഞാനിപ്പോ ഇറങ്ങിയതല്ലേ ഉള്ളു. ബിസിനസ് ഉണ്ടെങ്കിലും എനിക്ക് ആഗ്രഹം സിനിമയല്ലേ. ആയിക്കോട്ടെ. എന്തായാലും ശങ്കരൻ ആ ജോലി അതിന്റെ കൂടെ കൊണ്ടു കിടക്കും കേട്ടോ. ജോലിയും കൊണ്ടു കിടക്കും. അല്ലാണ്ട് പണിയില്ലാണ്ട് ഇതിന് മാത്രമായിട്ട് നടക്കണ്ടേ സിനിമയാണ്. ശങ്കരനല്ല, ഞാൻ ശ്രീകുട്ടനാണ്. എനിക്ക് ജോലി ഉണ്ടല്ലോ. താൻ പറഞ്ഞ് മനസ്സിലാക്ക്. എന്തായാലും മനസ്സിലാക്കാം. ചേച്ചി ചേച്ചി ആയിക്കോട്ടെ. താനെ ചേച്ചിയും കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കിട്ടോ. ആയിക്കോട്ടെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ, റെഡി. എന്നാലും ഇവിടെ എവിടെയെങ്കിലും കാണും. ബിസിനസിന്റെ കാര്യമായിട്ട് വന്നേക്കുമല്ലോ. വഴക്കൊന്നും കൂട്ടണം കേട്ടോ. അവര് പാവാന്ന്. എന്തായാലും എന്റെ കാര്യങ്ങൾ പറയണ്ടേ. ഞാൻ അവളോട് സംസാരിച്ചായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതൊരു സമാധാനമുണ്ട്. പക്ഷെ ശ്രീകുട്ടനെ ഞാൻ അടിച്ചത് എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. അവരോട് എനിക്കൊരു മാപ്പ് പറയണമെന്നുണ്ട്. എന്തായാലും നേരിട്ട് കണ്ടല്ലെങ്കിൽ ഫോണിൽ കൂടെയെങ്കിലും വിളിച്ച് ഞാൻ മാപ്പ് പറയും. ഓക്കെ. ശരിക്കും സങ്കടമുണ്ട് ശ്രീകുട്ടി. കഴിഞ്ഞ ദിവസം ചേച്ചി വന്നപ്പോ അവനെ കണ്ട് ഉപദേശിക്കുകയും ചെയ്ത് തല്ലും വെച്ചു കൊടുത്തില്ല. അത് മോശമായി പോയത്. ശ്രീകുട്ട, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഈ ലൈല പാചകം നശിപ്പിക്കുന്നു. അവളുടെ കണ്ണീര് കാണാൻ വയ്യാത്തതുകൊണ്ടാണ് നിന്നെ കണ്ട് സംസാരിക്കണം. കുഴപ്പമില്ല, ഇവിടെ കാണും. ശ്രീകുട്ടനും തോന്നുന്നു അവിടെ ഉണ്ടല്ലോ. എന്റെ പൊന്ന് ശ്രീകുട്ടി ചേച്ചി ഇങ്ങനെ പറയല്ലേ. അവനെ കണ്ടു കഴിയുമ്പോണ്ടല്ലോ വഴക്കും കാര്യങ്ങളും. ഞാൻ സ്ത്രീയിലതാണെങ്കിൽ അവനോട് ഞാൻ പറയേണ്ടത് പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. അവിടെ പോയി നോക്കാം. ശ്രീകുട്ടനെ അവിടെ പോയി കിടക്കും. എനിക്കൊന്ന് പറയണം. പിന്നെ ചേച്ചി കഴിഞ്ഞ ദിവസം ചേച്ചി വന്നപ്പോൾ ഞാനല്ലേ കൊണ്ടുവന്നത്, ഈ ശങ്കരനല്ലേ കൊണ്ടുവന്നത്. ചേച്ചി അവനെ കാണുകയും ചെയ്തു. അവിടെ കർണക്കുട്ടി നോക്കി അടിക്കുകയും ചെയ്തു. അത് മോശമായി പോയി. എനിക്ക് നല്ല വിഷമമുണ്ട്. അത് മാത്രമല്ല, അവൻ സിനിമ സ്വപ്നം കണ്ടു കിടക്കുന്നൊരു പയ്യനാണ്. എന്തോരം ഡയറക്ടേഴ്സിന് പ്രൊഡ്യൂസറിനെയൊക്കെ ചെന്ന് കാണുന്നുണ്ടെന്ന് പറയും. ചേച്ചി ചെയ്ത് മോശം. ചേച്ചി ലൈല കാജലിനോട് ചേച്ചി എന്താ പറഞ്ഞു? സംസാരിച്ചിട്ടുണ്ടോ? അവന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അവൻ സിനിമ നേടും. ഹലോ ഹലോ ശ്രീകുട്ട. ഹായ് ചേച്ചി. ചേച്ചിയല്ലേ? അതെ അതെ. പറയൂ ചേച്ചി. സുഖം സുഖം സുഖം. മോനെ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് എന്താ ചേച്ചി വിളിച്ചത്? ഞാനന്ന് മോനോട് ഒരു സോറി പറയാൻ വേണ്ടി വിളിച്ചേന്ന്. ഞാൻ അന്നേ മറന്നല്ല കാര്യം. അന്നേ മറന്നു. മോളോടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഹാപ്പിയായിട്ടാണ് എന്നോട് സംസാരിച്ചത്. സന്തോഷമുണ്ട് അതറിഞ്ഞപ്പം. പിന്നെ എൻ്റെ ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ മോനെ അടിച്ചതിലാണ്. അപ്പൊ അത് എന്നോട് ക്ഷമിച്ചേക്കണം. ഞാൻ ക്ഷമ ചോദിക്കുന്നു. രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കിപ്പോ. രണ്ടുപേരും വീട്ടിൽ വരണം. രണ്ടുപേരെയും ക്ഷണിച്ചിരിക്കുന്നു. വരണം. ശ്രീല ചേച്ചി, ശ്രീകുട്ടൻ വന്നിട്ട് കേട്ടോ. ശ്രീകുട്ട ആരാ വന്നേക്കണം നോക്കി. എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കണം. അറിയാം. കാജലിന്റെ അമ്മായിയല്ലേ? എന്റെ ബന്ധുവാണ് നീ ആ കുട്ടി എന്തിനാണ് കണ്ണീര് കുടിപ്പിക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയല്ലേ? കണ്ണീര് കുടിപ്പിച്ച സിനിമ എന്നും പറഞ്ഞില്ലേ നടക്കുന്നത്? എന്തിനാണ് എന്റെ ജീവിതം പാഴാക്കുന്നത്? മനസ്സിലാക്കാത്തോണ്ടൊന്നും അല്ല. നിനക്കൊരു ബിസിനസ് ഉണ്ട്, അതെടുത്ത് നടത്താം. ഈ കൊച്ചിന്റെ കണ്ണീര് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. കഴിക്കും മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് കഥകളുണ്ട്. അത് കഥകള് സിനിമയാക്കണമെന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ടൈമിൽ നടന്നിരിക്കുന്നു. ജീവിതം പാഴാക്കാതെ ആ കൊച്ചിനെ നന്നായിട്ട് നോക്കി ബിസിനസ് നോക്കി ജീവിക്കുന്നതല്ലേ അത്രയും നല്ലത്. അല്ലാതെ നീ
നീ ഇങ്ങനെ ഇതാക്കി നടക്കുന്ന എന്തിനാണ്? ചിരിക്കില്ല പറയാം. ലൊക്കേഷൻ എന്താ ഷർട്ട് കൊണ്ടുവരുന്നത് സാർ? എന്താ ലൊക്കേഷൻ ഷർട്ട് കൊണ്ടുവരുന്നത്? അത് കഴിഞ്ഞ ദിവസം അലിഞ്ചോസ് പെരേര എന്ന് പറഞ്ഞ ഒരാളെ വാങ്ങിക്കൊണ്ട്. ഓക്കെ കടേ. ചേച്ചി ഞാൻ കാര്യം പോട്ടെ, എന്തായാലും സംഭവിച്ചു. ഇനി കുറ്റപ്പെടുത്തന്നെ. സിനിമ കിട്ടും പുള്ളിക്ക്, ശ്രീകുട്ടനെ കിട്ടും. മനസ്സിലായോ? അവന്റെ വിഷമം മനസ്സിലായി. കടേ. എന്റെ പൊന്നു ചേച്ചി, ശ്രീല ചേച്ചി ഞാൻ പറഞ്ഞ മനസ്സിലാക്കില്ല. ശ്രീകുട്ടൻ ഇവിടെ ഉണ്ടാവും. ശ്രീകുട്ടനെ കാണുമ്പോൾ ദൈവത്തെ ഓർത്ത് അവനെ ഒച്ചെടുക്കാനും വഴുപ്പ് പറയാനും പോരാ കേട്ടോ. ഞാൻ ശ്രീധരയാണെങ്കിൽ അവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. കടേ. എന്റെ പൊന്നു ശ്രീല ചേച്ചി, ശ്രീകുട്ടൻ ഇവിടെ ഉണ്ട്. കടേ. ഇങ്ങോട്ട് നോക്കണം, ഇനി എന്റെ ക്യാമറയിൽ നോക്കി നോക്കണം, ഈ സൈഡിലേക്ക് കേട്ടോ. ഇങ്ങനെ ഫേസ് അതെന്തോ അത് മറ്റേ വ്യക്തിപരമായിട്ട് നിൽക്കുമ്പോ അല്ലേ, റിയൽ ആയിട്ട് നിൽക്കുമ്പോ ഇത് അഭിനയിക്കണല്ലേ. എന്റെ ഈ കയ്യിലേക്ക് നോക്കണോട്ടെ ഞാൻ പറയുമ്പോ, ഇതിലേക്ക് അല്ലടെ, ഇത് ഇങ്ങനെ നോക്കി സംസാരിക്കണം. ചേച്ചി വർത്തമാനം പറയുമ്പോ ഇങ്ങനെ നോക്കി സംസാരിക്കണം. ആ റോളിങ്. ഞാൻ പറയാം. ചേച്ചി എനിക്ക് സങ്കടം മോളെ കാര്യം പറയുന്നത്. പുള്ളി സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു കഥ കൊണ്ടുപോയിട്ട് ഡയറക്ടറോട് ചോദിക്കുമ്പോൾ അവര് പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് പുള്ളി പാവം. മനസ്സിലായോ? അവര് ഇപ്പൊ നല്ലൊരു അത് കണ്ടു ചേച്ചി എനിക്ക് സങ്കടം എന്നുള്ള കാര്യം പറയാലോ. ശ്രീകുട്ടാ ക്ഷമിക്ക്, കാരണം എന്ന് വെച്ചാൽ ഇനി നീ നല്ല രീതിയിലുള്ള അവസരങ്ങൾ തന്നെ. ശങ്കരേട്ട ചേച്ചിയെ മനസ്സിലാക്കുന്നു. ചേച്ചിയെ പറഞ്ഞു മനസ്സിലാക്കുക കാര്യങ്ങള്. കണ്ടോ, എനിക്ക് അത്രേ പറയാനുള്ളൂ. തല്ല് കിട്ടിയിട്ടും ആ പാവം പറയണുണ്ടോ ചേച്ചി? അതാണ് മനസ്സിലായി, എനിക്കത് ടെൻഷൻ മനസ്സിലായി. എന്തായാലും രണ്ടുപേരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ മനസ്സമാധാനത്തിൽ ഓക്കെ ചേച്ചി, എന്തായാലും അത് പറയാം. എന്തായാലും പുള്ളിയുടെ സിനിമ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ കടേ. കടേ. സിനിമ എന്നും പറഞ്ഞ് നീ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാണ് ആ കൊച്ചിന്റെ. സിനിമ എന്താ ചോറാ ചേച്ചി? സിനിമ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വർഷങ്ങളായി. ഈ ജോലിയും ബിസിനസ്സും ആണെങ്കിലും കല്യാണം അതിന് മുന്നേ തന്നെ എനിക്ക് സിനിമ ആഗ്രഹമാണ്. ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. ചേച്ചി ഇവൻ പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. എന്തെങ്കിലും ശ്രീകുട്ടൻ ഒരു നടനും ആവും സംവിധാനം ആവും ചേച്ചി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സിനിമയ്ക്ക് വേണ്ടി. ആ പാവം നല്ല രീതിയിൽ വരും ചേച്ചി. ചേച്ചി അടിച്ചത് കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു കേട്ടോ. എനിക്കും ടെൻഷനുണ്ട്. ഞാൻ പറഞ്ഞ ആ കൊച്ചിനോട് സമാധാനപ്പെടുത്താം, രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്നത്. എന്തായാലും അങ്ങനെ ചെയ്യേ ചേച്ചി, അങ്ങനെ ചെയ്യേ കേട്ടോ. കണ്ട് പറ്റുമോ? ഒന്നുകൂടി ശങ്കര ശ്രീകുട്ടനെ കാണാൻ പറ്റുമോ? വേറൊരു ദിവസമാണ് കണ്ടുപിട്ടണം. അപ്പൊ പണ്ടത്തെ കാര്യങ്ങൾ പറയുന്നു. കാണാൻ പറ്റുമോ? ഒന്നുകൂടി ശങ്കര ശ്രീകുട്ടനെ കാണാൻ പറ്റുമോ? ഓക്കെ. അഭിലാഷേ കുറച്ച് നിൽക്കേ, കുറച്ച് നേരെ നിന്നേ. ആ എന്താ പറയണെന്നറിയോ? അത് ശ്രീലത ക്യാരക്ടർ, താൻ ശങ്കരൻ. അപ്പൊ ആ നേരത്തെയുള്ള ഒരു ഡയലോഗ് പ്രശ്നം വേറെ ദിവസം കണ്ടുപിട്ടണേ. വേറെ ദിവസമാണ് അത് കണ്ടുപിടിക്കണം. ശ്രീകുട്ടൻ ഇവിടെ തന്നെയുണ്ട്. കാരണം ഈ ബിസിനസിന്റെ ഈ ഭാഗത്താണ് കാണുന്നത്. അതാണ് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത്. ഇവിടെ ഉണ്ടോ നമുക്ക് നോക്കാം. കടേ. കട്ടേ. കടേ. നോക്കട്ടാ ഞാനല്ലേ അഭിലാഷ ഭക്ഷണം തന്നെ. ഓക്കേണോ? കടേ. ഇല്ല. ശ്രീകുട്ട. ഹലോ ഹായ്. ഹലോ ഹായ്. ശ്രീകുട്ടനാണ്, പറയൂ. ഞാനാണ്. ശ്രീലത ചേച്ചി അല്ലേ? അതെ. ഞാൻ പറയൂ. പറഞ്ഞതൊക്കെ ക്ഷമിക്കണം. നിങ്ങൾ നല്ല സന്തോഷത്തിൽ ജീവിക്കണം. അത് കുഴപ്പമില്ല ചേച്ചി, അന്ന് തന്നെ ഞാൻ മറന്നായിരുന്നു. കുഴപ്പമില്ല. നിങ്ങൾ സന്തോഷത്തിൽ ജീവിക്കണം എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആണല്ലേ? ക്ഷമിക്കണം കേട്ടോ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയല്ലേ അവളോട്? സന്തോഷമായിട്ട്. ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, അവള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കില്ലേ അവള്? ഞാൻ ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളോട്. അവള് നല്ല സന്തോഷം. ഇപ്പോഴും വല്ല ജീവിതത്തിൽ വല്ല പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ട്. അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കണം. എന്റെ വീട്ടിൽ വരണം. വരാം ചേച്ചി, വരാം. വിരുന്നുണ്ട് കേട്ടോ. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. കഴിഞ്ഞ ദിവസം പോയി കണ്ടായിരുന്നല്ലോ, ശ്രീകുട്ടനെ കണ്ട് ചേച്ചി ഉപദേശമൊക്കെ കൊടുത്തു. പക്ഷേ അഭിലാഷേ കടേ അത്തടിക്കല്ലേ, ഇത്ര നീങ്ങുന്നേ.
എടുക്കുന്ന ഞാൻ ക്യാരക്ടറായിട്ട് മാറിയല്ലേ? ഇത്ര നീങ്ങിനെ ഇങ്ങോട്ട് മാറാനാണോ? എങ്ങനെയാണോ? ഹലോ എല്ലാം ഓക്കേടാ. കാണാൻ പറ്റുമോ? എന്തായി? ഞാൻ സംസാരിച്ചു മോളോട് സംസാരിച്ചായിരുന്നു. സംസാരിച്ചായിരുന്നു. നല്ല ഐക്യത്തിലാണ് പോകുന്നത്. സമാധാനമുണ്ട്. അത് കേട്ടപ്പോൾ ഒരു സന്തോഷമുണ്ട്. എനിക്ക് പിന്നെ അടിച്ചതിൽ എനിക്കൊരു ടെൻഷനുണ്ട്. കുഞ്ഞിനോട് സംസാരിച്ച് സോറി പറയണമെന്നുണ്ട്. ഫോണിൽ കൂടെ സംസാരിക്കുകയോ നേരിട്ട് കണ്ട് സംസാരിക്കുകയോ ചെയ്യുന്നു. രണ്ടുപേരെയും കൂടെ വലിയൊരു മനസ്സാണ് എന്തായാലും. എല്ലാം നല്ല രീതിയിൽ ശുഭമായിട്ട് തീരട്ടെ അല്ലേ? ശ്രീകുട്ടന്റെ സിനിമ സ്വപ്നം ഫലിക്കട്ടെ അല്ലേ? ഓക്കെ, താങ്ക് യു. കാജൽ എന്ന് പറയാൻ പറ്റുമോ? ലൈല കാജൽ വല്ല തങ്കമ്മാന്ന് പേരിടാവേ. ചുമ്മാ ഈ ലൈല കാജൽ വായിൽ കിട്ടാനില്ലാത്ത പേര് കിട്ടും. പെരേരെ ഇതാരാണ് പുതിയൊരു നായിക? പുതിയത് ഇപ്പോ നമ്മുടെ വർക്കില് ഒരു ക്യാരക്ടർ. ചേച്ചിയെ ഒന്ന് കയറിയേക്ക്, അല്ലെങ്കിൽ ചേച്ചിനെ കാണില്ല. അങ്ങനെ നിൽക്ക്. പുതിയ നായികയാണല്ലോ. എന്താ പേര്? പുതിയ നായിക എന്ന് പറയാൻ ഒരു ക്യാരക്ടർ വേഷമാണ് ചെയ്യുന്നത്. ആ ശരി. റീലൊക്കെ ചെയ്യുമ്പോ നായികയാവൂലേ? ഇത് ഭാവിയിലെ KPC എടുത്താ. അയ്യോ ആണോ? കുഴപ്പമില്ല. ലളിത ചേച്ചി എന്നൊക്കെ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. ചേച്ചിനൊക്കെ പോലെയൊക്കെ ലുക്ക് ഉണ്ട്. ആണോ? അത്ര ഇതാക്കല്ലടാ. ചേച്ചി നല്ല സ്മാർട്ടാണ് ആള്. സ്മാർട്ടാണ്. ഇതിലൊരു ശ്രീലത എന്ന് പറയുന്ന ക്യാരക്ടർ ശ്രീകുട്ടൻ. ചേച്ചി എന്താണ് ജോബ്? എന്താണ്? അല്ല എന്താ ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ആണോ? ഓ ശരി. എങ്ങനെ നല്ല രീതിയിൽ പോകുന്നു അല്ലേ? എന്ത് ഷോപ്പ് അവിടെയെന്ന് പറയും? ഓ ശരി. എല്ലാം ഉണ്ടോ? ഒരു സകലകലാവല്ല വേണം. ഓ അത് ശരി. സന്തോഷം എന്തായാലും. പിന്നെ എങ്ങനെയുണ്ട് പെരേരയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് പറ. അത് ശരി. റീലും വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ടല്ലേ? പെരേര ഒരു വഴി വെട്ടി വന്ന ആളാണ് ഒറ്റയ്ക്ക്. ഇതിലിപ്പോ 6ാമത്തെ നായികയായി. ഇപ്പൊ നായികമാരായി. എന്നാലും പടം എന്തായാലും ഇപ്പൊ ഈ ഒക്ടോബർ തുടങ്ങി അതിന്റെ എപ്പിസോഡുകൾ. ശ്രീകുട്ടൻ സിനിമാതാരം എന്ന് പറഞ്ഞാല് ഇപ്പൊ എത്രാമത്തെ നായിക? ഇതിലിപ്പോ 6ാമത്തെ. ഓ ശരി. അപ്പൊ ഇതൊരു വലിയൊരു 2020 പടം പോലെയാണല്ലോ പെരേര. 2 ആർട്ടിസ്റ്റ് വരാനുണ്ട്. അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ കൃപ എന്നാ പറയാൻ പറ്റുള്ളൂ. കാരണം ഏജ് ഈസ് എ നമ്പർ. ആക്ടിങ് ഈസ് ഇംപ്രൂവേഷൻ ഓഫ് എന്റർടൈൻമെന്റ്. ഓക്കെ, സന്തോഷമായി. മലയാളം എന്ന് പറഞ്ഞാൽ അഭിനയമായിട്ട് കാണുക, അല്ലാണ്ട് അതില് ഏജോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ നമ്മള് വ്യക്തി ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു മേഖലയില് എന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ടിങ് ഫീൽഡിൽ കൊണ്ടുവരുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ. അപ്പൊ എന്തായാലും പുതിയ ആൾക്കാർ ഇനിയും വരും. നല്ല ആൽബംസ് ഇനിയും പുറത്തിറങ്ങി. ഇതൊരു ചെറിയ ഷോർട്ട് ഫിലിമാണ്, വെബ് സീരീസ് ആണ്, എപ്പിസോഡ് വൈസ് റിലീസ് ചെയ്യുന്നതാണ്. 20 എപ്പിസോഡ് ഉണ്ടാവും. അടുത്ത മാർച്ച് വരെ ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷ. എന്തായാലും ഈ ഡിസംബർ വരെ ഒരു 10 എപ്പിസോഡ് പോകും. അതിന്റെ വിജയത്തെ ശേഷമായിരിക്കും ബാക്കിയുള്ള 10 എപ്പിസോഡിന്റെ കുറിച്ച്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് പെരേര. ഇനിയും ശ്രീകുട്ടൻ വർക്കുണ്ട്, അതിനെ പറ്റി പറയാം. അപ്പൊ അടുത്ത വർക്കുകളിലും പ്രതീക്ഷിക്കാല്ലേ? അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ആശുപത്രി കേന്ദ്രമാക്കിയ ഒരു സംഭവമാണ്. അതിൻ്റെ പേര് അമരേന്ദ്ര ഡോക്ടർ പ്രണയത്തിലാണെന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ ഡോക്ടറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ അതിനകത്ത് ഒരു നടനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ നിങ്ങളുടെ കൂടെ. അല്ല, അത് ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അഭിലാഷാട്ടയുണ്ട്. പുള്ളി എന്താണ് ഇത്ര ഭംഗിയുള്ള പുള്ളിക്ക്? പിന്നെ വേറെ പോലീസ് ഇൻസ്പെക്ടർ ഡേവിഡ്. അപ്പൊ അതില് അഭിലാഷാട്ടയം ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോലീസ് ക്യാരക്ടർ കൊടുക്കും. ഷേവ് ചെയ്തില്ലെങ്കിൽ താങ്കളൊരു റേപ്പ് സീൻ പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞാരാണോ? ഇല്ല, കള്ളനോ കൊലപാതകോ റേപ്പ് സീൻ ഇല്ല, ഞാൻ ചെയ്യിപ്പിക്കില്ല. ഞാൻ ഉണ്ടാവില്ല. അല്ലേ ഒരു അല്ല അങ്ങനെയുള്ളൂ അല്ലേ? ഇത് അസൂയാണോ അതങ്ങനെ എന്തെങ്കിലും? അല്ല, എന്തായാലും പുതിയ വർക്കുകളായിട്ട് വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ചേച്ചി എന്തായാലും പെരേരയുടെ കൂടെ അഭിനയിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് ഒക്കെ വരും. ചേച്ചി എങ്ങനെയാണെന്ന് പോസിറ്റീവായിട്ട് എടുക്കുമോ? വർക്കിൽ അഭിനയിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അല്ല, വർക്കിൽ അഭിനയിക്കുമ്പോൾ നെഗറ്റീവ് വരും. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുരു പൊട്ടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ചേച്ചി വന്നിട്ട് അഭിനയിച്ചിട്ട് പോകുമ്പോ ചിലപ്പോ കമന്റിലൂടെയൊക്കെ പറയാം, അവർക്ക് സാധിക്കാൻ പറ്റാത്ത അല്ലേ പെരേര? അപ്പം ഇപ്പൊ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ ദിവസം ചേച്ചി അഭിനയിച്ചു, പുള്ളിക്കാരി പറഞ്ഞെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാവുന്ന മൈൻഡ് ചെയ്യണ്ടെന്ന് പറയാം. അങ്ങനെ എന്നാലാണ് മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ പെരേര? അപ്പൊ എന്തായാലും കാരണം പെരേര ഒരു ശുദ്ധനാണ്. കാരണം വെച്ചാൽ പുള്ളിയുടെ വർക്ക് കഴിയുന്നു, ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. കാരണം നമ്മളിപ്പോ നമ്മളെക്കാളും പ്രായമുള്ളവരെ കൂടെ ചെയ്യുന്നു പറയും ആൾക്കാർ. പക്ഷെ നമ്മള് ഡിഫറെന്റ് കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഹോട്ട് റൊമാൻസ് റീൽസ്
കുറച്ചുകൂടി എക്സ്പോസ് ആയിട്ടുള്ള റീൽസ് ഞാനല്ല ആ ഒരു നാടിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട് വേറെ. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് നമ്മളെന്ന് വിളിക്കണോണ്ടോ ആ സമയത്ത് വിളിക്കണേ ഫോട്ടോ ആണ് കേട്ടോ ആരെയില്ല. നമ്മള് എന്ന് പറഞ്ഞാൽ നമ്മള് ചില ആൾക്കാർ ചില വർക്കുകളിൽ ഒറ്റയ്ക്ക് വരാൻ പറയും. അപ്പൊ നമുക്ക് ആരെയും കൊണ്ടുവരാൻ പറ്റില്ല, കാരണം അവിടെ ആർട്ടിസ്റ്റിന് കംഫർട്ടബിൾ നോക്കുമല്ലോ. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെല്ലണം, കോട്ടയത്താണ് ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക് പേടിയാവില്ലേ? യുവറിനല്ലേ പോണം. ആണോ? യുവറിനല്ലേ ലേഡീസ് ഒക്കെ ആയിട്ടുള്ളതിന് ഒരു അവിടെ ചെന്നപ്പോഴല്ലേ ലേഡീസ് ഉള്ളത്. പേടിയാവില്ലേ? പേടിയാവുമെങ്കിൽ എന്നെ കൊണ്ടുപോകണേ. ആണോ? അങ്ങനെയല്ലേ? പേടി തോന്നിയില്ല ആദ്യം. ഓക്കെ, എന്തായാലും സന്തോഷം. എന്തായാലും ശ്രീകുട്ടൻ സിനിമാ താരം വിജയിക്കട്ടെ. എല്ലാവരും ആശംസകളും.